വ്രതമെടുക്കുന്നവർ പറയുന്നൊരു കാര്യമാണ്. നമ്മൾക്കിപ്പോൾ ഒരു റൂമേ ഉള്ളൂ, അമ്മയുടെ കൂടെയാണ് കിടക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഭാര്യയുടെ കൂടെ കിടക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മാല ഇട്ട് കഴിഞ്ഞാൽ, വ്രതം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ സ്ത്രീകളോട് കിടക്കാൻ പാടുണ്ടോ എന്ന്. നിങ്ങൾ മാലയിട്ട് വ്രതം എടുത്തു കഴിഞ്ഞാൽ ബ്രഹ്മചാരിയാണ് അല്ലെങ്കിൽ ഒരു സ്വാമിയാണ്, ആ ഒരു ഓർമ്മ നിങ്ങൾക്കുണ്ടായിരിക്കാം. നിങ്ങൾ അമ്മയുടെ കൂടെ അല്ലെങ്കിൽ സഹോദരിയുടെ കൂടെയോ, അതുമാത്രമല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തോ, അതായത് മകളുടെ കൂടെയോ അല്ലെങ്കിൽ ഭാര്യയുടെ കൂടെയോ ഒരു റൂമിൽ കഴിയുക അല്ലെങ്കിൽ കിടന്നു എന്ന് പറഞ്ഞൊരു തെറ്റല്ല. പക്ഷേ നിങ്ങൾക്ക് ഓർമ്മ വേണം നിങ്ങൾ സ്വാമിയാണ്, അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ വ്രതശുദ്ധിയോട് കൂടി കഴിഞ്ഞു എന്ന് പറഞ്ഞ് അതിലൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. മനസ്സിൽ നമുക്കൊരു ചിന്ത ഉണ്ടായിരിക്കണം, നമ്മൾ സ്വാമിയാണെന്നുള്ള ചിന്തയോട് കൂടി ഒരാളുടെ കൂടെ കിടന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ റൂമിൽ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അഞ്ചാമതായിട്ട്, മലയ്ക്ക് പോകുന്ന വ്യക്തികൾ വ്രതമെടുക്കുന്ന സമയത്ത് മുദ്രമാല പൊട്ടുന്നത് സാധാരണയായിട്ട് കാണാറുണ്ട്. മുദ്രമാല കുഞ്ഞുങ്ങൾക്കൊക്കെ പൊട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കഠിനമായി ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് മാല പൊട്ടുന്നുണ്ട്. അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പലർക്കും ചിലപ്പോൾ